നമസ്കാരം. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കോട്ട തകർത്ത് തരിപ്പണമാക്കിയാണ് ജനസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ നേരിടുന്ന മിന്നും ജയം ദേശീയ രാഷ്ട്രീയത്തിൽ മാറുന്ന ദിശയെയാണ് സൂചിപ്പിച്ചത്. ഇക്കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ബിജെപി സ്ഥാനാർത്ഥി നീരജ് കുമാർ സിൻഹയെ 19,324 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പ്രശാന്ത് കിഷോർ ബീഹാർ നിയമസഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ കിഷോറിന് 64,151 വോട്ടുകളും സിൻഹയ്ക്കാകട്ടെ 44,827 വോട്ടുകളുമാണ് ലഭിച്ചത്. 14,273 വോട്ടുകളുമായി RJD സ്ഥാനാർത്ഥി രേഖാകുമാരി മൂന്നാം സ്ഥാനത്താണ് എത്തിയത്. എന്തായാലും രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കേന്ദ്ര സർക്കാരിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ച CJPയുടെ പ്രതിഷേധത്തിനു ശേഷം വന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേവലം ഒരു നിയമസഭാ മണ്ഡലമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ബങ്കിപ്പൂർ അതായത് ബീഹാറിലെ BJPയുടെ ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിൽ ഒന്നായിരുന്നു അവർ ബങ്കിപ്പൂരിനെ കണക്കാക്കിയിരുന്നത്. അതായത് ഇവിടെ എന്ത് സംഭവിച്ചാലും BJPക്ക് സീറ്റ് നഷ്ടപ്പെടില്ല എന്ന ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ വല്ലാത്തൊരു വിശ്വാസം ഇവിടെ BJPക്ക് ഉണ്ടായിരുന്നു. 1995 മുതൽ BJPയുടെ ആധിപത്യത്തിന്റെ പര്യാപ്തമായിരുന്നു അല്ലെങ്കിൽ പര്യായമായിരുന്നു ബങ്കിപ്പൂർ. നവീൻ സിൻഹയുടെ തുടർച്ചയായ 4 തവണയും പിന്നീട് അദ്ദേഹത്തിന്റെ മകനും BJP ദേശീയ പ്രസിഡന്റുമായ നിതിൻ നബീലിലൂടെയും തുടർച്ചയായ 5 തിരഞ്ഞെടുപ്പുകളിലൂടെയും പാർട്ടി ഈ സീറ്റ് നിലനിർത്തിയിരുന്നു. അപ്പോൾ BJPയുടെ ഏറ്റവും സുരക്ഷിത നഗരമണ്ഡലങ്ങളിലൊന്നായി ദീർഘകാലം കണക്കാക്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലമാണിത്. മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ആകട്ടെ 50%-ലധികം വോട്ട് നേടാൻ നിതിൻ നബീന് സാധിച്ചിരുന്നു. 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 63% വോട്ടാണ് അദ്ദേഹം നേടിയത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒരു നാടകീയമായ രാഷ്ട്രീയ തിരിച്ചടിയായാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം അവരൊരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു ഇതിലൂടെ BJPക്ക് കിട്ടിയത്. രാജ്യവ്യാപകമായി അലയടിച്ച ജൽസി പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് ഫലം സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികളിലൊന്നായി ഇത് മാറുകയും ചെയ്തു. എന്തായാലും പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പ്രസ്ഥാനത്തിന് ഇത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വിജയമാണ്. ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്നതിലുപരി വലിയ പ്രാധാന്യമുള്ളതാണ് ഈ ഫലം. JDUവിന്റെ നിതീഷ് കുമാറിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ ചുമതലയേറ്റ ശേഷം മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയുടെ നേതൃത്വത്തിൽ ബീഹാർ BJP നേരിട്ട ആദ്യ പ്രധാന തിരഞ്ഞെടുപ്പ് പരീക്ഷണം കൂടിയായിരുന്നു ഇത്. 3 പതിറ്റാണ്ടുകളായി തകർക്കാനാകാത്ത കോട്ടയായി നിലനിന്നിരുന്ന ഒരു മണ്ഡലത്തിലെ ആധിപത്യം നിലനിർത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നതും അതുകൊണ്ട് തന്നെ പ്രധാനമാണ്. അപ്പോൾ പ്രശാന്ത് കിഷോർ നേരിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. വെറും 9 മാസം മുമ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻസുരാജ് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. സംസ്ഥാനത്തെ 243 മണ്ഡലങ്ങൾ 238-ലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരിടത്ത് പോലും വിജയിക്കാൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ എന്നറിയപ്പെടുന്ന പ്രശാന്ത് കിഷോറിന് സാധിച്ചില്ല. ഇത് മാത്രമല്ല, 236 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച തുക നഷ്ടപ്പെടുകയും ചെയ്തു. പ്രശാന്ത് കിഷോറിന്റെ വ്യക്തിപരമായ വിശ്വാസ്യതയിൽ ഊന്നിയുള്ള വിപുലമായ പ്രചാരണം നടത്തിയിട്ടും ജനശ്രദ്ധയെ വോട്ടുകളാക്കി മാറ്റാൻ അന്ന് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും വെറും 9 മാസങ്ങൾക്കു ശേഷം ചരിത്രത്തിലില്ലാത്ത JSPക്ക് എങ്ങനെ BJP കോട്ട ഇളക്കാൻ പറ്റി എന്നതാണ് മറ്റൊരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവും വളരെ ലളിതമാണ്. അതിനൊപ്പം തന്നെ മാറുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ നേർചിത്രവും സ്ത്രീകൾക്കുള്ള നേരിട്ടുള്ള സാമ്പത്തിക സഹായവും സൗജന്യ വൈദ്യുതിയും ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതി വാഗ്ദാനങ്ങൾ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീനം ചെലുത്തുകയും NDAക്ക് നിർണായക വിജയം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ബീഹാറിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാര്യമായൊരു മാറ്റം സംഭവിക്കുകയായിരുന്നു. നിതീഷ് കുമാറിൽ നിന്നും സാമ്രാട്ട് ചൗധരിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയതും BJPയുടെ പരമ്പരാഗത വോട്ടർമാരായ യുവാക്കളിൽ ചില വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടായതുമെല്ലാം ഈ ഒരു കാലയളവിലായിരുന്നു. UGC മാർഗനിർദ്ദേശങ്ങൾ, ഭരത് തിവാരി ഏറ്റുമുട്ടൽ കൊലപാതകം, ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച, ഈ സംഭവങ്ങളെല്ലാം ഇവയെ ചൊല്ലിയുള്ള വിവാദങ്ങളും വ്യാപകമായ പ്രതിഷേധവും പുതിയ ഒരു രാഷ്ട്രീയ ഭിന്നതകൾക്ക് വഴിയൊരുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവ വോട്ടർമാർക്കുമിടയിൽ ഈ വിഷയം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീർന്നു.
ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ യുവ വോട്ടർമാർ നിർണായകമായി എന്നത് ഒരു വസ്തുതയാണ്. പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ പ്രചരണങ്ങളുടെ കേന്ദ്രബിന്ദു വിദ്യാഭ്യാസമായിരുന്നു. വ്യവസ്ഥാപരമായ മാറ്റം ആഗ്രഹിക്കുന്ന യുവ വോട്ടർമാരിൽ വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ ആഹ്വാനം വലിയ സ്വാധീനം തന്നെ ചെലുത്തി. അപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണം ബീഹാറിന്റെ ഏറ്റവും അടിയന്തരമായ മുൻഗണനകൾ ഒന്നായി മാറുകയും ചെയ്തു. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ അദ്ദേഹം നിരന്തരം ചോദ്യം ചെയ്തു. വിദ്യാസമ്പന്നനായ ഒരു പ്രൊഫഷണൽ എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെ യുവാക്കൾക്കിടയിൽ വിശ്വസനീയമായ ഒരു ബദലാകും എന്ന തോന്നലുണ്ടാക്കി. CJP പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാറും ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ആദ്യമായി വോട്ട് ചെയ്യുന്നവരും യുവാക്കളുമായി പലർക്കും പ്രശാന്ത് കിഷോറിന്റെ മാറ്റത്തിന്റെ പ്രതീകമായി തോന്നിത്തുടങ്ങി. ഒപ്പം സംസ്ഥാനത്തെ ഭാവി നേതാവ് എന്ന് വാഴ്ത്തപ്പെട്ട തേജസ്വി യാദവിന്റെ അപ്രതീക്ഷിതമായ അസാന്നിധ്യം ഒരു രാഷ്ട്രീയ ശൂന്യതയാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷത്തിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിലെ ചില വിഭാഗങ്ങൾക്കിടയിലുണ്ടായി വർദ്ധിച്ചു വരുന്ന നിരാശയും ഇതിൽ നിർണായകമായിരുന്നു. എന്തായാലും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളും മറ്റു പൊതുപ്രശ്നങ്ങളും പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ശക്തമായി ഉന്നയിക്കുമെന്ന് പല വോട്ടർമാരും പ്രതീക്ഷിച്ചിരുന്നു. ഭരത് തിവാരി ഏറ്റുമുട്ടൽ കേസും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും സംബന്ധിച്ച ചർച്ചകൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായതുമില്ല. ഇതെല്ലാം എന്ത് ചെയ്തു? ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് സർക്കാരിനെ മാറ്റിമറിക്കാനാകില്ല എങ്കിലും പ്രശാന്ത് കിഷോറിനെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ശക്തിപ്പെടുത്തുമെന്ന് പല വോട്ടർമാരും വിശ്വസിച്ചു. BJPയുടെയും RJDയുടെയും ഉറച്ച വോട്ടർമാർ ഇരു പാർട്ടികളിൽ നിന്നും അകന്നു എന്നത് ഫലത്തിൽ വ്യക്തമായി. BJPയുടെയും RJDയുടെയും പരമ്പരാഗത വോട്ടു ബാങ്കുകളിൽ നിന്നുമുള്ള പിന്തുണ നേടാൻ ആർക്ക് സാധിച്ചു? പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞു എന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. RJD സ്ഥാനാർത്ഥി രേഖാകുമാരിക്ക് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 46,363 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ 15,000-ൽ താഴെ വോട്ടുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ചോദ്യപേപ്പർ ചോർച്ച, UGC മാർഗനിർദ്ദേശങ്ങൾ, ഭരത് തിവാരി ഏറ്റുമുട്ടൽ, കൊലപാതകം തുടങ്ങിയ വിഷയങ്ങളെല്ലാം BJPയുടെ സവർണ വോട്ട് ബാങ്കിലും വിള്ളലുണ്ടാക്കിയത്. ഇതാണ് BJPക്ക് തിരിച്ചടിയായി മാറിയത്.